വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജമാഅത്തായി നമ്മൾ നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ സൊഫിൽ നിൽക്കേണ്ടി വരും. എങ്കിൽ ഇവർ ഈ കസേര എവിടെയാണ് വെക്കേണ്ടത്? പൂർണ്ണമായും സഫ് പൂർത്തിയാവുന്ന അളവിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ജമാഅത്താണെങ്കിൽ അത്തരം പള്ളികളിൽ നമുക്ക് സൊഫിന്റെ ഒരു സൈഡിലായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഭാഗത്തായിക്കൊണ്ട് കസേരകൾ നമുക്ക് വെക്കാം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ആ കസേരകൾ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. നിസ്കാരം നടക്കുന്ന സമയത്ത് പല പള്ളികളും നമ്മൾ കാണുന്ന ഒരു രീതിയാണ്, ജമാഅത്ത് അവിടെ നടക്കുന്നുണ്ടാവും, പക്ഷെ സൊഫിന്റെ ഈ ഭാഗത്ത് കുറച്ച് ചെയറുകൾ ഉണ്ടാകും. ആ ചെയറുകളിൽ ഇരിക്കാൻ ആളുണ്ടാവില്ല. ആ ചെയറുകൾ അവിടെ തന്നെ ഉണ്ടാകും. ആ ഒന്നാമത്തെ സഫ് പൂർത്തിയാവാതെ ചെയറിൽ ആളിരിക്കാതെ തന്നെ അടുത്ത ഒരു സഫ് ആരംഭിക്കുന്ന ശൈലി പലപ്പോഴും കാണാറുണ്ട്. വളരെ ഗൗരവമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫ് പൂർത്തിയാക്കുന്നതിനെ കുറിച്ച് പല ഹദീസുകളിലും പഠിപ്പിച്ചത് കാണാം. ഓരോ നിസ്കാരത്തിലും നബി തങ്ങൾ സുഫൂഫക്കും, നിങ്ങളുടെ സഫ് ശരിയാക്കുക, സമമാക്കുക, പൂർണ്ണമാക്കുക എന്ന അർത്ഥത്തിൽ നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് സഫ് പൂർണ്ണമാവാതെ അടുത്ത ഒരു സഫ് ആരംഭിക്കുന്ന ഒരു അവസ്ഥ, അത് കസേരകൾ ഇട്ടുകൊണ്ട് അവിടെ ആളില്ലാത്തൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരാൾ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കേണ്ട അല്ലെങ്കിൽ നിസ്കരിക്കാൻ അനുവാദമുള്ള ഒരാളാണ്. അദ്ദേഹം പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് ഇവിടെ ജമാഅത്ത് ആരംഭിച്ചിട്ടുണ്ട് എന്ന് കരുതുക. ജമാഅത്ത് ആരംഭിച്ചിട്ടുണ്ട്, പക്ഷെ സഫ് പൂർത്തിയായിട്ടില്ല. ഒന്നാമത്തെ സഫ് പൂർത്തിയായി, രണ്ടാമത്തെ സഫിൽ ഒരു 3-4 ആളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എങ്കിൽ ഈ വരുന്ന ആള് അദ്ദേഹം ചെയറിൽ ഇരുന്ന് നിസ്കരിക്കേണ്ട ആളാണ്. അദ്ദേഹം എവിടെയാണ് ഈ ചെയർ കൊണ്ടിടേണ്ടത്? സഫിന്റെ ആ എൻഡിൽ കൊണ്ടിട്ട് അവിടെ നിസ്കരിക്കുകയാണോ വേണ്ടത്? അല്ല, മറിച്ച് നമ്മൾ ഈ ചെയർ സഫ് എവിടെയാണോ നമ്മൾ നിൽക്കേണ്ടത്, അത് സാധാരണ ഒരാൾ വന്നാൽ നിൽക്കേണ്ടത് എവിടെയാണോ ആ ഭാഗത്ത് ചെയർ നമ്മൾ കൊണ്ട് വെക്കുക. ചെയറിന്റെ ബാക്കിലുള്ള ഈ ഒരു കാല് ഇത് മറ്റുള്ളവരുടെ മടമ്പിനെ ഒപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വെക്കുക. എന്നിട്ട് ഈ സഫിൽ നിൽക്കുന്ന ആളുകളോടൊപ്പം നമ്മുടെ തോളൊപ്പമാകുന്ന രൂപത്തിൽ ചെയറിൽ ഇരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്ത് ചെയ്യരുത്? ചെയർ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇയാള് ഇങ്ങനെ നിൽക്കുക, അല്ലെ? നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നു. അപ്പൊ മറ്റുള്ളവരൊക്കെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇയാൾ സഫിൽ നിന്ന് മുന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ ഇമാമികൾ പഠിപ്പിച്ച എന്താണ്? നിലത്ത് സുജൂദ് ചെയ്യാൻ കഴിയാത്ത ആൾക്ക് നൃത്തം എന്നത് ഒഴിവായി പോകും. അയാൾ പൂർണ്ണമായും ഇരുന്നു കൊണ്ടാണ് ആംഗ്യം കാണിച്ച് നിസ്കരിക്കേണ്ടത് എന്നാണ് ഫുഖഹാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ സൊഫപ്പിച്ച് നിൽക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി നമ്മൾ ചെയർ മറ്റുള്ളവരുടെ കാലിനൊപ്പം വെച്ചുകൊണ്ട് പൂർണ്ണമായും ഇരുന്നു കൊണ്ട് നിസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഒന്നും ആളുകളില്ല, ഇവിടെ ഒരു 3-4 ആളുകൾ മാത്രമാണ് ഉള്ളത്. ആ ആളുകളോടൊപ്പം ഞാൻ ചെയർ വെച്ച് ഈ സൊഫിനൊപ്പം വെക്കുകയാണ് വേണ്ടത്. അല്ലാതെ സൊഫിന്റെ ഒരു മൂലക്ക് ഞാൻ ചെയർ ഇട്ടുകൊണ്ട് അവിടെ ഇരുന്ന് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയർ അവിടെ കൊണ്ടിട്ട് നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ ചെയറിൽ നിസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് സൊഫ് പൂർത്തിയാക്കാൻ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്.